എവിടെ മോള്? എന്തിനാണ് ഇങ്ങനെ കരയുന്നേ? റോമ എന്താ ചെയ്തേ? അമ്മയുടെ കുട്ടിയെ ഇങ്ങ് വാ, അമ്മ നോക്കട്ടെ. ഇങ്ങ് വാ, അമ്മ എടുക്കാം. അമ്മയുടെ അടുത്തോട്ട് വാടി. എന്തിനാ ഇങ്ങനെ കരയുന്നേ? നമുക്കേ ആ കസേരയിലേ ഇരുന്നിട്ട് പറയാട്ടോ ദേവാ. എന്താണ് റോമദേവന് കാട്ടിയത്? കണ്ണിൽ കൈയിട്ടോ? അമ്മ അവളോട് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ദേവാ, കുറച്ചു നേരം നീ കാശിക്കുട്ടിനെ ഒന്ന് നോക്കി. അമ്മ റോമയെ കണ്ടിട്ട് ഇപ്പൊ വരാവേ. നീ കൊച്ചു നിലത്തോട്ട് വീഴാതെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണേ ദേവാ. കുട്ടിയെ താഴെയിടല്ലേ. റോമ, റോമ, ഇവളത് എവിടെ പോയി? എൽസ, നീ കണ്ടായിരുന്നോ റോമയെ? എത്ര സമയമായി വിളിക്കുന്നു. അവൾ എവിടെ പോയി? കാണുന്നേയില്ലല്ലോ. കണ്ടിട്ടില്ല. അമ്മയുടെ ഒച്ച കേട്ട് ചിലപ്പോ റോമ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാകും. നിന്നെ ഞാൻ കണ്ടു. നീ ഒന്നിങ്ങ ഇറങ്ങി വാ റോമ. നിന്നെ എത്ര നേരമായി വിളിക്കുന്നു. നീ എന്താ അവിടെ പതുങ്ങി ഒളിച്ചിരിക്കുന്നേ? ഒന്നിങ്ങ വന്നേ, ചോദിക്കട്ടെ. ഒന്നിങ്ങ വാ. എനിക്ക് പേടിയായിട്ട് വയ്യ അമ്മേ. ഞാൻ ദേവേനെ ഒന്നും ചെയ്തില്ല. അവളെന്നെ നീ നുണ പറയൊന്നും വേണ്ടട്ടോ റോമ. നീ ദേവയെ കണ്ണിനടിക്കുന്നത് ഞാൻ കണ്ടതാ. നീ ഇങ്ങ് വാ റോമ. നീ ഇങ്ങനെ നുണ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. നിന്നോടിങ്ങനെ നുണ പറയരുതെന്ന് എല്ലാവരും പറയുന്നതല്ലേ. എത്ര പറഞ്ഞിട്ട് നിനക്ക് എന്താ റോമ മനസ്സിലാവാതെ? നീ ദേവയെയും എൽസയും ഒക്കെ ഇങ്ങനെ കാട്ടാനായി നടക്കുന്നത് എന്തിനാ റോമ? അവരൊക്കെ നിന്നെ പോലെ കുട്ടികളല്ലേ. എന്തോ നടി മായത്. നീ എന്റെ കൊച്ചിനായിട്ട് ഇങ്ങനെ അടിക്കുന്നേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അടിച്ചടിച്ച് കൊഞ്ഞ് ചാകാറായാലോടി. നിനക്ക് എന്താ മായേ? എന്റെ റോമക്കുട്ടി, അമ്മമ്മ വന്നല്ലോ. ഇനി പേടിക്കണ്ട. അമ്മമ്മയുടെ മോളെ അമ്മമ്മ നാളെ ഒരു സൂത്രം കാണിക്കാൻ കൊണ്ടുപോവട്ടോ. കരയാതെ. അമ്മ ഇങ്ങനെ അവളെ കൊഞ്ചിച്ച അവളെ എല്ലാവരോടും ഇങ്ങനെ വികൃതി കാണിക്കുന്നേ. അമ്മയാണ് അവളെ എല്ലാത്തിനും സപ്പോർട്ട്. അതുകൊണ്ട് എന്താ എല്ലാവരെയും അടിച്ചു മറിച്ച് ഇടുന്നു. അല്ലാതെ എന്താണ്? എടി വായേ, നീ ഇവളെ തല്ലാനും തലോടാനും നിൽക്കണ്ട. ഇവളെ എൻ്റെ മോളാ. അതുകൊണ്ട് നീ മറ്റുള്ളവരെ കാട്ടിക്കൂട്ടുന്നത് പോലെ ഇവളോട് സംസാരിക്കാൻ വരണ്ട. വേണമെങ്കിൽ നിന്റെ ദേവിയെ നീ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കി. ഇതേ എൻ്റെ മോളാ. ഇവളെ ഇവിടെ നിൽക്കും. അത് ഞാൻ എന്നോട് എപ്പോഴും പറയാറുള്ളതല്ലേ. എന്തെങ്കിലും